ഇപ്പൊ പനി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി മോശം പോവാനുള്ള മുറുകി. ഇപ്പം 4-ാമത്തെ ദിവസമാ. ഇടുന്നുണ്ടെങ്കിലും ഈ ചെറിയ കട്ടിയായിട്ടാണ് ഇടുന്നത്. അത് മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അത് എനിക്കാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ സപ്പോസിറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പോവാൻ വേണ്ടിട്ടോ തീരെ കുഞ്ഞിനങ്ങ് പറ്റാതാവുമ്പോഴേ. ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഡോക്ടറോട് കൂടെ സംസാരിച്ചിട്ട് എന്താ ചെയ്യണ്ടേ, തന്നെ അങ്ങ് പൊയ്ക്കോളുവോ, അതിന്റെ കൂടെ അറിയാം. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് മരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. കുഴപ്പമൊന്നും ഇല്ല. എന്നാലും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാണെങ്കിലും മോഷൻ അയഞ്ഞായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് കുഞ്ഞിന്. എത്ര ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 14 ദിവസമായി. എന്നാലും എന്തെങ്കിലും ഒരു മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? ആയുർവേദമാണ് മരുന്ന് അത് കഴിക്കാൻ തുടങ്ങിയപ്പം ഞാൻ അതിനു മുന്നേ മോളോട് എന്നുവെച്ചാ ആ കൊച്ചിനോട് പറഞ്ഞായിരുന്നു ഇതേപോലെ മോഷൻ പോകുന്നുണ്ടായിരുന്നു. അതായത് ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ കുഞ്ഞിന്റെ ഡെയിലി പോകുന്നുണ്ട്. പക്ഷെ അത് ഇച്ചിരി നല്ലപോലെ അയഞ്ഞായിരുന്നു പോകുന്നത്. അപ്പൊ ആ കൊച്ചു പറഞ്ഞു ചിലപ്പോ ഫുഡ് കൊടുത്തോ കുഴപ്പമൊന്നും ഇല്ല, നല്ലതാ. അതുകൊണ്ട് ഞാനും മരുന്ന് കണ്ടിന്യൂ എത്ര നാളായിട്ട് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ മോശം പോകുന്നുണ്ട്. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാലും പോകുമ്പോഴത്തേക്ക് അയഞ്ഞു തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കട്ടിയായിട്ടൊന്നും പോകുന്നില്ലായിരുന്നു. പേസ്റ്റ് പോലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതേപോലെ കുഞ്ഞിന് എനിക്കൊന്ന് കോൺസ്റ്റിപ്പേഷൻ വന്ന് ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് പേടിച്ചു പോയി. കാരണം കുഞ്ഞ് മോഷൻ ബാത്റൂമിൽ ഇരുന്ന് ഇട്ടോണ്ടിരുന്നതാ. അപ്പം ഇപ്പോഴാണേലും ക്ലോസറ്റിൽ ഇരിക്കാൻ പേടിയാണ് അവള്. അത് നോക്കി ട്രെയിനിങ് ചെയ്യാന്ന് നമ്മൾ ഇങ്ങനെ അയഞ്ഞു പോയിട്ടുവേ പറയുമ്പോഴത്തേക്ക് ആ പേടിയുണ്ട് കുഞ്ഞിന്. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് കഴിക്കാൻ തുടങ്ങിക്കോട്ടോ. നന്നായിട്ട് കഴിക്കുക. ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. നമ്മളവിടെ മലദ്വാരത്തിൻ്റെ അടുത്തുള്ള സിസ്റ്റത്തെ നമ്മൾ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുക. നമ്മളവിടുത്തെ ഇൻഫെക്ഷനും അതിൻ്റെതായ രീതിയിലുള്ള ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന ഈ ഇൻഫെക്ഷനൊക്കെ മാറുമ്പോൾ നമുക്ക് എന്താണ് പ്രയാസമുള്ളത് അതുപോലത്തെ തടുപ്പുകളോ ഉള്ളിലുള്ള ആ ഒരു സിസ്റ്റത്തെ ഓപ്പൺ ആക്കി കിട്ടും. ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എനിക്കിപ്പോ ഈ പനി ആയപ്പോഴത്തേക്ക് പാരസെറ്റമോളും പിന്നെ അലറിഡോ ഈ മൂക്കൊലിപ്പിനൊക്കെ ഉള്ള ഇവിടെ നല്ല പനിയുടെ ഒരു സമയമാണ്. ഇപ്പൊ ഞാൻ ഗൾഫിലായതുകൊണ്ടേ ഇവിടെ പനി സീസൺ ആണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും അത് വിട്ടുമാറാത്ത രീതിയിലായി പനി ഇങ്ങനെ നിക്കുന്നോണ്ട് എനിക്കാണെങ്കിലും പനിയാ. അങ്ങനെ നിക്കുന്നോണ്ട് കുഴപ്പമില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. കരിക്ക് കിട്ടുമെങ്കിൽ കരിക്കിന്റെ ഇവിടെ കിട്ടത്തില്ല. അത് ടേസ്റ്റ് ഇല്ലാത്ത ഒരു കുഴപ്പമൊന്നുമില്ല. വെള്ളം നന്നായി കുടിക്കുക. വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പൊടി തന്നിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് കഴിച്ചോളൂ, കുടിച്ചോളൂ. അതിന്റെ വെള്ളം കുഞ്ഞിന് കൊടുക്കുന്നത്. വെള്ളം നന്നായി കുടിക്കുക. പാരസെറ്റമോള് പനി കുറയുന്നവരെ തൽക്കാലം കഴിക്കുക, കുഴപ്പമില്ല. മരുന്നും കണ്ടിന്യൂ ചെയ്യാം.